ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം T20 മത്സരത്തിന് വേദിയാകുന്നത് റായ്പൂരാണ്. നമുക്കറിയാം റായ്പൂരിൽ ഇതിനു മുമ്പ് ഒരു അന്താരാഷ്ട്ര T20 മത്സരം ഇന്ത്യ കളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ കളിച്ച ആ മത്സരത്തിൽ ഇന്ത്യ 20 റണ്ണിനാണ് വിജയിച്ചത്. ആ മത്സരത്തിൽ ഇന്ത്യ 174 റണ്ണ് നേടുകയും ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് 154 റണ്ണിൽ അവസാനിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ന്യൂസിലാൻഡിനെതിരെ ഈ മൈതാനത്ത് ഇന്ത്യ ഒരു ഏകദിന മത്സരം കളിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിനെ 108 റണ്ണിന് ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിട്ടുള്ള ഒരു ചരിത്രം കൂടി മൈതാനത്തിനുണ്ട്. നിലവിലെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നാഗ്പൂരിൽ നമ്മളൊരു റൺ ഒഴുകുന്ന ഒരു മൈതാനം ഇപ്പോൾ രണ്ട് ടീമും കൂടി ഒരു ഇപ്പോൾ ഇന്ത്യ 230 റണ്ണ് നേടുകയും അതേസമയം ന്യൂസിലാൻഡ് 190 നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ റായ്പൂരിലെ മൈതാനത്ത് വരുന്ന സമയത്ത് അത്ര അത് വലിയൊരു റൺ ഒഴുകുന്ന ഒരു മൈതാനമല്ല ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ. കാരണം ഇവിടെ IPL മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഡൽഹി IPL മത്സരങ്ങൾ കളിച്ച ആ ഒരു സമയത്ത് നമുക്കറിയാം ഒരു ആവറേജ് 165 170 ആ ഒരു സ്കോർ വരുന്നൊരു മൈതാനം തന്നെയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ഇപ്പോൾ ഈ ഇവിടെ നടന്ന അന്താരാഷ്ട്ര മത്സരം 2023 നടന്ന ആ ഒരു അന്താരാഷ്ട്ര മത്സരത്തിന്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കാരണം 174 ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ മൈതാനത്തെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം. എന്താണ് നമ്മുടെ രണ്ടാമത്തെ T20 ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ ഒക്കെ ഒരു സാധ്യത? നമ്മളിപ്പം ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ ഒരു വെടിക്കെട്ട് പ്രകടനം ഉണ്ടായിരുന്നു. ബോളിംഗിൽ അത്ര മോശമാക്കിയിട്ടൊന്നുമില്ല, പിടിച്ചെട്ടാൻ വേണ്ടി പറ്റി. ആദ്യം തന്നെ ബ്രേക്ക് ത്രൂ കിട്ടി പിടിച്ചെട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. രണ്ടാം മത്സരത്തേക്ക് വരുമ്പോഴേക്ക് ഒരു ലോങ് ബൗണ്ടറിയാണ്, മിസ് ഹിറ്റുകൾ, വിക്കറ്റ് ആവാൻ സാധ്യതകൾ, ക്യാച്ച് ആവാൻ സാധ്യതകൾ കൂടുതലൊരു സ്റ്റേഡിയത്തിലേക്കാണ് മത്സരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈഫ് പറഞ്ഞ പോലെ വലിയ സ്കോർ പറക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യയും ന്യൂസിലാൻഡും ബാറ്റിങ്ങിൽ ഒട്ടും പിന്നിലല്ലാത്ത ടീമാണ്. നമ്മൾ ഇന്ന് ആദ്യ മത്സരത്തിൽ കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയുടെ പ്രധാന കരുത്തും ബാറ്റിംഗാണ്, ന്യൂസിലാൻഡ് പ്രധാന കരുത്തും ബാറ്റിംഗ് തന്നെയാണ്. ബൗളിംഗിൽ ഓപ്ഷൻ ഇല്ല എന്നല്ല, ബൂമർ അടക്കം വരുൺ അടക്കം മികച്ച ബോളർമാരുണ്ട്, രണ്ട് ടീമിൽ എറിഞ്ഞിടാൻ പറ്റുന്ന കരുത്തുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും പിന്നെ സാധ്യത ഇന്ത്യ ന്യൂസിലാൻഡ് പോലത്തെ മത്സരം ടീമുകൾ കളിക്കുമ്പോൾ സാധ്യത നമുക്കിങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ ഏകദിന ക്രിക്കറ്റിലായാലും അത് കണ്ടാണ്. അപ്പം വലിയൊരു ഇതില്ല. പക്ഷേ അഭിഷേകിൻ്റെ പ്രകടനത്തിൽ നമുക്ക് ഒരു വിശ്വാസമുണ്ട്. അഭിഷേകും ടോപ്പ് ഓർഡറിൽ സഞ്ജു തിരിച്ചെത്തും, മികച്ച രീതിയിൽ തിരിച്ചെത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും വലിയൊരു ഒരു ഭേദപ്പെട്ട സ്കോർ എടുക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മുടെ ബോളിംഗ് നിരക്ക് എറിഞ്ഞിടാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പ്രതീക്ഷിക്കാൻ ഞാൻ പറയുമ്പോഴും ആദ്യം തന്നെ പറഞ്ഞത് തിരിച്ചും പറയുന്നു, ന്യൂസിലാൻഡിൻ്റെ ബോളിംഗ് നിരയും നല്ലതാണ്, ബാറ്റിംഗ് നിരയും നല്ലതാണ്. അപ്പം ഈ പിച്ചിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു മത്സരത്തിന് ഇപ്പോൾ വലിയ സ്കോർ ഇറക്കില്ല എന്ന് നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ വിജയം കൊണ്ടാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. 1-0 ഇന്ത്യ മുമ്പിൽ വെക്കുവാണ്. അത് 1-1 വേണ്ടി ന്യൂസിലാൻഡ് എന്തായാലും വരും. കാരണം നമ്മൾ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഈ ടീമാണല്ലോ, ഈ സ്ക്വാഡാണല്ലോ നമുക്ക് ലോകകപ്പിനും കളിക്കുന്നത്. ഇപ്പം അഭിഷേകിൻ്റെ പ്രകടനം നമുക്ക് ഒബ്വിയസ്ലി അറിയാം, അതിൽ സൂര്യകുമാർ തിരിച്ചു വന്നിട്ടുണ്ട്. അതിപ്പോൾ റിങ്കുവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു. ഈ രണ്ട് പ്രകടനം തന്നെ നമുക്ക് ലോകകപ്പിലേക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നു. അപ്പം നേരെ മറിച്ച് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് പോകുമ്പോഴേക്ക് കോൺബോയും ടച്ചിനും ആദ്യം തന്നെ പുറത്തായിട്ടുണ്ട് രണ്ട് താരങ്ങൾ. അപ്പം അവർ നേരത്തെ നമ്മൾ പറയുമ്പോൾ കളി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, IPL അവർ ഇന്ത്യയിൽ അധികം തിളങ്ങാൻ പറ്റാതെ റിലീസ് ചെയ്യപ്പെട്ട താരങ്ങളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു എന്തായാലും അവർ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കും തിരിച്ചു വരണം. ഈ രണ്ടാമത്തെ മത്സരത്തിൽ ആ തിരിച്ചറിവ് സാധ്യമായില്ലെങ്കിൽ 5 മത്സര പരമ്പരയല്ല നോക്കുന്നത്, ലോകകപ്പിൽ എത്തുമ്പോഴേക്കും അവർക്ക് നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ന്യൂസിലാൻഡ് എന്ത് വന്നാലും മികച്ച രീതിയിൽ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ മത്സരം എന്തായാലും നമ്മൾ സീരീസ് ഡിസൈഡർ ഒന്നുമല്ല, രണ്ടാമത്തെ മത്സരമാണ്. പക്ഷേ എങ്കിലും ആ ഒരു ആവേശത്തിന് കാണാൻ വേണ്ടി പറ്റും. ഓരോ മത്സരം ഇനിയിപ്പോൾ ലോകകപ്പിനേക്കുള്ള ഒരു ഇതാണ്. പരിശീലന മത്സരമാണ് നമ്മൾ പറയുമ്പോഴും പരിശീലനമല്ലാതെ ആ ഒരു വീറും വാശിയോടെ തന്നെ കളിക്കുന്ന രണ്ട് തുല്യശക്തികളായ ടീമുകൾ. അപ്പം ഈ മത്സരം എന്തായാലും കുറച്ചും കൂടി ഒരു ടൈറ്റ് മത്സരമാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഏകപക്ഷീയമായ മത്സരം തീരില്ല. നമ്മൾ നേരത്തെ പറയുമ്പോൾ ചരിത്രം പറയുമ്പോൾ സൈഫ് പറഞ്ഞിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ചരിത്രം 104 ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അതുപോലെ ഏകദിനത്തിൽ 108 ന്യൂസിലാൻഡിനെ വീഴ്ത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 174 ഇപ്പം ഡിഫെൻഡ് ചെയ്ത പോലെ തന്നെ പറഞ്ഞാലും ഒരു ക്ലോസ് ആയിരിക്കുന്ന ഒരു മാച്ച് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മത്സരം എന്തായാലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അതിനേക്ക് വരുമ്പം സഞ്ജുവിൻ്റെ തിരിച്ചുവരവ്, ഇഷാൻ്റെ തിരിച്ചുവരവ്, ബൂംറയുടെ തിരിച്ചുവരവ്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ലോകകപ്പിലേക്ക് നമുക്കും ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ വേണ്ടി പറ്റൂ. തീർച്ചയായിട്ടും ഈ മൈതാനത്ത് നമ്മൾ ബാറ്റേഴ്സ് ആണെങ്കിലും ബോളേഴ്സ് ആണെങ്കിലും രണ്ടുപേർക്കും ഒരു ഇത് കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്ന ഒരു മൈതാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു മൈതാനെന്നോ റണ്ണൊഴുകുന്ന മൈതാനെന്നോ അങ്ങനെ പറയാൻ പറ്റാത്തൊരു മൈതാനമാണ്. മാത്രമല്ല ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല, പിച്ചല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് പേസ് ബോളിങ്ങിനൊക്കെ നല്ല ഇത് കിട്ടുന്ന ഇന്ത്യയുടെ ഈ മറ്റേ ബുംറയെ പോലുള്ള താരങ്ങൾക്കൊക്കെ തിളങ്ങാൻ പറ്റുന്നൊരു മൈതാനം കൂടിയാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയുമ്പോൾ ന്യൂസിലാൻഡ് നിരയിലുള്ള പേസ് ബോളിങ്ങിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ജാമീസൻ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിൽ പോലും ഈ ഡെഫിനെ പോലുള്ള ഒരു താരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആണ് ഒരു ബാറ്റേഴ്സിനെ സംബന്ധിച്ച് ഷോട്ട് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മിസ് ഷോട്ടുകളിലൂടെ പുറത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ അഭിഷേകിനെ പോലുള്ള ഒരു താരം നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടാണ് അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ എന്നല്ല
അഭിഷേകിന്റെ ശൈലി അതാണ്. അഭിഷേകിന്റെ ശൈലി ആദ്യം വന്ന് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് വരിക എന്നുള്ള. അപ്പൊ മുമ്പ് പലരും ഇർഫാൻ മത്താനെ പോലുള്ള ആളുകളൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു ആ ഒരു രീതിയെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ബൗളറെ സംബന്ധിച്ച് വളരെയധികം അഭിഷേക് റീഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആദ്യം വന്ന് തന്നെ അഭിഷേക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യും എന്നുള്ളത് അറിയുന്ന കുറച്ച് തന്ത്രപൂർവ്വം പന്തറിയുന്ന ഒരു താരത്തെ സംബന്ധിച്ച് അഭിഷേകിനെ കെണിയിൽ വീഴ്ത്താനുള്ള ഒരു എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അഭിഷേകാണ്. അല്ല അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ അതെ അതെ അങ്ങനെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കുറെ, അതായത് നമ്മളെല്ലാ ബോളേഴ്സിന്റെയും സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യ പന്ത് തന്നെ അഭിഷേക് ആദ്യ പന്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടാണ് കളിക്കുക എന്ന് മനസ്സിലാക്കുന്ന ചില ബോളേഴ്സ് ആ രീതിയിൽ നമുക്കറിയാം ഓരോ ബാറ്ററിയും വാച്ച് ചെയ്തിട്ടാണ് തന്ത്രങ്ങൾ കൃത്യമായിട്ട് മെനയുന്നത്. മറുവശത്ത് സഞ്ജുവിന്റെ നമുക്കറിയാം, സഞ്ജു കുറച്ചും കൂടി കുറച്ചും കൂടി ടെക്നിക്കുള്ള ഒരു താരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇത് സഞ്ജുവിനെ സംബന്ധിച്ചൊരു വളരെ ഇന്നിങ്സ് ആങ്കർ ചെയ്യുന്ന ഒരു നല്ല ഒരു റോള് വഹിക്കാൻ കഴിയുന്ന ഒരു മൈതാനാണ്. തുടക്കത്തിലുള്ള ഒരു പവർ പ്ലേ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും അത് കഴിഞ്ഞിട്ട് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുകയും സഞ്ജു ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റായ്പൂരിൽ ഒരുപാട് ഇത് കിട്ടും. കാരണം മുൻകാല ചരിത്രം സൂചിപ്പിക്കുന്നത് ഒരു 175 എന്ന് പറയുന്ന സ്കോറൊക്കെ ഇവിടെ നല്ല സ്കോറാണ് എന്നുള്ള രീതിയിലാണ് മുൻകാല ചരിത്രം സൂചിപ്പിക്കുന്നത്. മറുവശത്ത് ന്യൂസിലാൻഡ് ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കോൺവേ, രജിൻ എന്ന് പറയുന്ന രണ്ട് എനിക്ക് പിന്നെ അവരുടെ ഒരു വീക്ക് പോയിന്റുകളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്താൻ അവർ ശ്രമിക്കുന്നതാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഈ ടോപ്പ് ഓർഡറിൽ ഇങ്ങനെ ഈ രണ്ട് താരങ്ങൾ ഫോമിലല്ലാത്തത് ന്യൂസിലാൻഡിന്റെ വലിയ തിരിച്ചടിയാണ്. ഇപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ അവർ 190 എത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മികച്ച കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള തുടക്കം ലഭിച്ചിരുന്നു. പിന്നെ നമുക്കറിയാലോ ഇന്ത്യയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ വരുൺ ചക്രവർത്തിനെ പോലുള്ള താരങ്ങൾ, ബാറ്റിംഗ് ഡെപ്ത്, ഹാർദിക്കിനെ പോലുള്ള താരങ്ങൾ, ഇങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ, അതെ മികച്ച സ്ക്വാഡ് എന്ന് പറയാം. 3 ബോളേഴ്സിനെ വെച്ചിട്ടാണ് കളിക്കുന്നതാണ്. പിന്നെ ഈ ഓൾറൗണ്ടർമാരും ഈ രീതിയിലാണ്. പിന്നെ റിങ്കു, നമുക്കറിയാം റിങ്കു പലപ്പോഴും തഴയപ്പെടാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ റിങ്കുവിനൊരു സെക്കൻഡ് ഇതില്ല. ഈ അതായത് ബാറ്റിംഗ് ആണ്, ഫിനിഷറാണ്. അപ്പോൾ ഇന്ന് T20 പുതിയ കാലത്ത് ഒരു ഫിനിഷർ എന്ന് പറയുന്ന ആള് ഒരു ഫിനിഷറുടെ ജോലി മാത്രം എടുത്താൽ പോരാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും. ഒന്നെങ്കിൽ വിക്കറ്റ് കീപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ബോൾ ചെയ്യുന്ന ഒരു താരമായിരിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് ആ രീതിയിൽ റിങ്കുവിന് അധികം അവസരങ്ങൾ ലഭിക്കാത്തത്. അപ്പൊ റിങ്കു കിട്ടിയ അവസരം വളരെയധികം മുതലാക്കുന്നുണ്ട്. സ്ക്വാഡിൽ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ടീമിൽ എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അടുത്ത മത്സരത്തിൽ നമ്മൾ റിങ്കുവിനെ സംബന്ധിച്ചൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇഷാൻ കിഷനും നമുക്കറിയാം നല്ല ഫോമിലാണുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിലുള്ള ഫോം അത് ശരിക്കും ഫോം തന്നെ ആയിരുന്നു എന്ന് ഇഷാൻ കിഷന് തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ബോളിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് പണ്ട് ശ്രീലങ്കയോട് കളിച്ചപ്പോൾ ഓർമ്മയില്ലേ, ഒരു ക്രൂഷ്യൽ മാച്ചിൽ അവസാനം റിങ്കുവിന് ബോൾ എടുക്കുന്നത് എനിക്കൊന്ന് 3 വിക്കറ്റ് 2 വിക്കറ്റ് എടുക്കുന്ന 2 റൺസാണ് വിട്ടെടുത്തിട്ട് മത്സരം ഉണ്ടായിരുന്നു. റിങ്കു ബോൾ ചെയ്യാറില്ല. അത് ഈ പറഞ്ഞ പോലെ അത് മത്സരം ടൈറ്റ് പിടിച്ച് എനിക്ക് സൂര്യകുമാർ യാദവും റിങ്കു ആണ് അവസാനത്തെ 2 ഓവർ എറിഞ്ഞിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നത്. ഒരു വളരെ ക്ലോസ് ആയിട്ടൊരു മത്സരമാണ് ഇന്ത്യ ജയിച്ചു വന്നത്. അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ശിവൻ ദുബെയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശിവൻ ദുബെ ചില പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ ഒരു ബൗളർ എന്ന രീതിയിൽ 100% നമുക്ക് ശിവൻ ദുബെനെ വിശ്വസിക്കാനും പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ 2ാമത്തെ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കോൺഫിഡൻസ് ടീമിന് ഉണ്ടാകും. നിലവിലെ സാഹചര്യം വെച്ച് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ഇന്ത്യ, ഇതിന് സംശയമൊന്നുമില്ല. പക്ഷെ ന്യൂസിലാൻഡിനെ ഒരിക്കലും നമ്മൾ എഴുതി തള്ളുന്നില്ല. കാരണം ഏകദിന പരമ്പരയിൽ നമ്മളത് കണ്ടതാണ്. ഒരു പുതുമുഖ ബോളേഴ്സും അല്ലെങ്കിൽ എന്താ പറയാ അധികം പരിചയസമ്പത്ത് ഇല്ലാത്ത ബോളേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പരമ്പര അടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും 2ാമത്തെ മത്സരം ഒരു വാശിയേറിയ മത്സരം ആവും. ഈ മത്സരത്തിൽ നമുക്ക് സഞ്ജുവിന്റെയും പിന്നെ ഇഷാന്റെയും തിരിച്ചുവരവും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ടോപ്പ് ഓർഡറിൽ ഇപ്പം നമ്മൾ രച്ചിനെയും കോൺവേനെയും പറഞ്ഞ പോലെ തന്നെ അഭിഷേകത്തിൽ താരം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടോപ്പ് ഓർഡർ എന്നൊരു വലിയൊരു ഇതില്ലാണ്ട് സൂര്യകുമാർ യാദവ് നമ്മൾ എഴുതി തള്ളി പോലെ വെച്ചൊരു താരം തിരിച്ചു വന്നിട്ട് ഒരു മികച്ച പാർട്ണർഷിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് തന്നെ സഞ്ജുവിനും ഇഷാനും ഒരു ഇത് തെളിയിക്കേണ്ടതുണ്ട്. കാരണം 2 വിക്കറ്റ് കീപ്പർ ചോയ്സാണ് നമുക്കുള്ളത്. അതിൽ ഒരാൾ ഇന്നലെ ഇപ്പോൾ സേഫ് നേരത്തെ പറഞ്ഞാൽ തന്നെ 2 പേരും തിളങ്ങാത്തതുകൊണ്ട് വലിയ ചർച്ചകൾക്കൊന്നും അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ
രണ്ടുപേരും തിളങ്ങണം, എങ്കിൽ കൂടി മാത്രമേ നമുക്ക് പിന്നെ ഒരു ആത്മവിശ്വാസത്തോടെ പരമ്പരയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. സഞ്ജുവിന് ന്യൂസിലാൻഡിനെതിരെ ഒരു മോശം റെക്കോർഡ്, ഒരു മോശം ചരിത്രമുള്ളത്, അത് തിരുത്താനും പറ്റണം നമുക്ക്. തീർച്ചയായിട്ടും എന്തായാലും രണ്ടാമത്തെ മത്സരത്തിൽ ഈ റെക്കോർഡൊക്കെ തിരുത്തും, അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം, പഴയ ചരിത്രമൊക്കെ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യനെ സംബന്ധിച്ച് ഒരു നല്ല വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മറുവശത്ത് പരമ്പര കുറച്ചും കൂടി സജീവമാക്കി നിർത്താനായിരിക്കും ന്യൂസിലാൻഡ് ശ്രമിക്കുക. എന്തായാലും മത്സരം ആവേശകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.